കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുതിര തോരനും അതുകൊണ്ടുള്ള ഒരു പുളിയാണ് ഉണ്ടാക്കുന്നത്. മുതിര ഞാൻ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് ആദ്യം വേവിച്ചെടുക്കാം, ഉപ്പിട്ട് വേവിച്ചെടുക്കാം. മുതിര വേകുമ്പോഴേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് ചതച്ചെടുക്കാം. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മുതിര വേവിച്ച് വെച്ച് ഇനി നമുക്ക് കടുവറുത്തിട്ട് തോരനാക്കാം. ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് മുളകിട്ട് കറിവേപ്പില ഇട്ട് കടുക് നല്ലതുപോലെ വറുത്തിട്ടുണ്ട്. നമുക്ക് തോരൻ്റെ അരപ്പിട്ട് കൊടുക്കാം. ഇനി മുതിര ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുതിര വേവിച്ച വെള്ളം കൊണ്ട് പുളി ഉണ്ടാക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇത് ചെറിയുള്ളി, മുളക്, കറിവേപ്പില. ഇനി ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ശകലം കുരുമുളക് പൊടി, ശകലം ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് ഇനി നമ്മൾ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി മുതിര വേവിച്ച് വെച്ച വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി തിളപ്പിച്ചെടുക്കാം. പുളി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി വാങ്ങാം. അപ്പോൾ മുതിര വെച്ചിട്ടുള്ള നമ്മുടെ തോരനും അത് വെച്ചിട്ടുള്ള പുളിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ.